വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് മുഹമ്മദ് ഷാബിർ. പുഷപ്പ് എടുത്ത റെക്കോർഡ് നേടിയ ആളാണ് മുഹമ്മദ് ഷാബിർ. മൈക്കിൽ പറഞ്ഞാലേ അതേന്നുള്ളത് കേൾക്കുള്ളൂ. അതെ, ഇത് ഡംബിൾസ് അല്ല, മൈക്കാണ്. ഷാബിറേ നമസ്കാരം. നമസ്കാരം. സ്ഥലം എവിടെയാ ഷാബിറേ? പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറക്കടുത്ത് മാച്ചാന്തോട്. ഓക്കെ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മള് എന്തായിരുന്നു അതിന്റെ ഒരു കണ്ടന്റ് എന്തായിരുന്നു? പുഷപ്സ്, ഒരു വെറൈറ്റി പുഷപ്സ്. എത്ര സമയം കൊണ്ടാ? അത് 1 മിനിറ്റില് 49. ഒരു മിനിറ്റില് 49 പുഷപ്സ്. ഷബീർ ഫ്രണ്ട് വന്നപ്പോഴേ സിൽവസ്റ്റർ സ്റ്റാലോൺ, റാംബോ ഒക്കെ വന്നിരിക്കുന്ന ഒരു ഫീൽ നല്ല ഭംഗിയല്ലേ. നമ്മുടെ ബോഡി ബിൽഡേഴ്സിന് ഒരു അസൂയാണ് മുഹമ്മദ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പെർഫോം ചെയ്യാൻ പോകുന്ന എന്ത് ആക്ട് ആണ്? അതായത് എന്ത് ടൈപ്പ് പുഷപ്പ് ആണ്? ഗിന്നസ് കിട്ടിയ പുഷപ്സ് ആണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ പുഷപ്സ് ആണ്. ബാക്ക് ഓഫ് ആൻഡ് ക്ലാപ്പ് പുഷപ്സ്. ബാക്ക് ഓഫ് ആൻഡ് ക്ലാപ്പ് പുഷപ്പ്. ക്ലാപ്പ് പുഷപ്സ് മനസ്സിലായി. ക്ലാപ്പും ഉണ്ടാവും, ബാക്ക് ഓഫും ഉണ്ടാവും. അതാണെന്നുള്ള മനസ്സിലായി. അപ്പൊ എത്ര നമ്പേഴ്സാ ചെയ്യുന്നത്? 1 മിനിറ്റില് 45 റെക്കോർഡ് ഈജിപ്തുകാരന്റെ പേരിലായിരുന്നു. ഓക്കെ. നമ്മൾ മറികടന്ന് 49 ആയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. 45 ആയിരുന്നു, ഇപ്പൊ അത് 49 ആണ്. അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയാണ്. അപ്പം നമുക്കത് കാണാം. കിടിലം കണ്ടു നിന്നിട്ട് തന്നെ കൈവേന എടുക്കുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതായത് ഈ പുഷപ്പ് സാധാരണ എന്നെ പോലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഇങ്ങനെ ബാക്ക് ഹാൻഡ് വെച്ചത്. പക്ഷെ ഇത് ഭയങ്കര പാടാണ്. കാരണം നമ്മുടെ റിസ്റ്റ് മടങ്ങും. റിസ്റ്റ് മടങ്ങും മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ജിമ്മിൽ പോകുന്നവർക്ക് റിസ്റ്റ് എപ്പോഴും സ്ട്രെങ്തൻ ആയിരിക്കണം, പിന്നെ ആംഗിള്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പുള്ളി കൈ അടിച്ചിട്ട് വീണ്ടും ഈ പൊസിഷനിലാണ് പുള്ളി പറഞ്ഞത്. ബ്രോ, എന്നാണ് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്? ഏത് വർഷമായിരുന്നു? ഈ വർഷം കിട്ടിയത്. ഈ വർഷം അടുത്ത് തന്നെ കിട്ടിയത്. 2 മാസമായി. ഷബീറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാന്, ഫാദറ്, മദറ്, വൈഫ്, കുട്ടി. എന്താ ചെയ്യുന്നത് ഷബീർ? ഞങ്ങള് ഹോട്ടൽ നടത്താണ്. ഹോട്ടൽ ഞാൻ ഫാദറും. ഹോട്ടൽ ബിസിനസ് ആണ്. ഓ, അപ്പൊ ഈ ഫുഡൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആണോ? ഫുഡ് കുറെയൊക്കെ ആണ്. ഹോട്ടൽ ബിസിനസ്സും ജിമ്മും വാട്ട് എ ഡെഡ്ലി കോമ്പിനേഷൻ. ശരി, അടുത്ത പുഷപ്പ് ഏതാണ്? അത് 1 ഹാൻഡ്. 1 ഹാൻഡ്. 1 ഹാൻഡ്. സൂപ്പർ. വാവ്, കൊള്ളാം. റിയാക്ഷൻ ഇടാതിരിക്കണമല്ല, സത്യത്തിൽ ഞെട്ടിക്കരിച്ചിരിക്കുകയല്ല. ഇതിനെന്താ പറയണ്ടെന്ന് അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഈ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഈ 1 ഹാൻഡ് ചെയ്തില്ലേ, അത് ഉണ്ണിയും ഇതുപോലെ നന്നായി ചെയ്യും. നമ്മുടെ ഉണ്ണിയും ഗംഭീരമായിട്ട് ചെയ്യും. ഞങ്ങൾ ഈ പറഞ്ഞ ജിമ്മിൽ പോകുന്ന ഇത് ചെയ്യുമ്പോൾ കൈക്കാണോ പവർ? കൈക്കല്ല കേട്ടോ. പുഷപ്സ് ചെയ്യുമ്പോൾ ഓൾ ബോഡി വർക്കൗട്ടാണ്. അതായത് നമ്മുടെ ടോ, ഈ പറയുന്ന മുകൾ മുതൽ താഴെ വരെ എല്ലായിടത്തും. അത് പക്ഷേ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. പുഷപ്സിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരൊറ്റ പൊസിഷൻ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഈ പൊസിഷൻ. ഇനി അടുത്തുണ്ടോ ഐറ്റം? ജാക്കി ചാൻ സ്റ്റൈൽ. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാം അല്ലേ? മോനെ, സൂപ്പർ. ഒരു കൗതുകത്തിന്റെ കൂടെ ചോദിക്കണം, ഈ ജാക്കി ചാൻ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? ജാക്കി ചാൻ സിനിമകളിൽ ചെയ്തതാണ് ഇങ്ങനത്തെ പുഷപ്സ് ആണ്. ഓ, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഈ അനീതി കുഞ്ഞിന്റെ ഒരു ആഗ്രഹം പറയുകയാണ്, വേറെ ഒന്നുമല്ല. പക്രു പുഷപ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമോ? വെറൈറ്റി ആയിട്ട് നോക്കി നോക്കാം. അതാ നമ്മുടെ മലയാളി ജനങ്ങൾക്കായി പക്രു പുഷപ്പ്. ഇന്ന് മുതൽ ജിമ്മന്മാർക്ക് പക്രു പുഷപ്പ്. അയ്യോ, ഓ, എല്ലാം കൂടി മിക്സ്ഡ്. പൊളി. ഒരു ഗിന്നസ് റെക്കോർഡ് വിജയി മറ്റൊരു ഗിന്നസ് റെക്കോർഡ് വിജയിക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ട് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. യെസ്, വെരി ഗുഡ്. ഭയങ്കര വെറൈറ്റി ആയി പോയി. കൈ വേന എടുക്കണ്ടോ? ഇങ്ങനെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം പുള്ളി ചെയ്തത്. സത്യം, 3 കൂടി. ഷാബിർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടേ. ഷാബിറിന്റെ ഒരു ഫുഡ് ഡയറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫുഡ് എല്ലാ ഐറ്റം കഴിക്കും. എല്ലാ ഐറ്റം കഴിക്കും, പക്ഷെ ഹോട്ടലുള്ളതുകൊണ്ട് വയറ് നിറയ്ക്കൂല.
വയറ് നിറക്കില്ലേ? ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ. അയ്യോ, വയറ് നിറക്കില്ല എന്ന്. നമ്മളൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടി, സോറി, ഞാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് ഫുഡ് കഴിക്കുന്നത്. കാലാകാലം കഴിക്കാം. കാലാകാലം കഴിക്കാം മിതമായി കഴിക്കുമ്പോ. അങ്ങനെ അതെനിക്കിട്ട് വെച്ചാന്ന് എനിക്ക് മനസ്സിലായി. ശരി, ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ എന്നാ കാണാനല്ലോ, ഒരു വെറൈറ്റി സാധനം കൂടെ. എന്താണത്? പുഷപ്സ് കോംബോ. പുഷപ്സ് കോംബോ. മിക്സഡ് കോംബോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സാധനം എനിക്കറിയാം. എന്റെ അമ്മേ. ശ്ശോ. Wow. ഇത് ഞാൻ പ്രതീക്ഷിച്ച ചേട്ടൻ പറഞ്ഞ മറ്റേ പ്ലാങ്ക് വന്നു അതിന്റെ ഇടയ്ക്ക് ഇല്ലേ? സൂപ്പർമാനെ പോലെ. കലക്കി കളഞ്ഞു. ഇത് കൂടുതൽ പറ്റും, പക്ഷേ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, ഇത് ഒരു ഇന്റർനാഷണൽ വേദിയായിട്ട് നമുക്ക് തോന്നി ഈ ഒരു ഒറ്റ പെർഫോമൻസ്. കാരണം വേൾഡ് റെക്കോർഡ് പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ചെറിയ കാര്യമല്ല. കോമഡി മാസ്റ്റേഴ്സിന് അഭിമാനിക്കാം, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയത്. വൈഫിന്റെ പേരെങ്ങനെയാ? ഫസ്മിത. ഫസ്മിത. മക്കള്? ഒരാള്. മോളോ മോനോ? മോന്റെ പേര് ഇസ്ഹാൻ. എത്ര വയസ്സായി? 2 വയസ്സ്. അവൻ ഇപ്പഴേ ചെറിയ രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു പെർഫോമൻസ് കൂടെ കണ്ടാലോ, ഒരു പുഷപ്പ്, തകർപ്പൻ പുഷപ്പും കൂടെ കണ്ടാലോ? 2 ഫിംഗർ ബ്രൂസ്ലി പുഷപ്പ്. 2 ഫിംഗർ ലൈക്ക് ദിസ്. ഇങ്ങനെയോ? ഓക്കെ, ബൈ മിസ്റ്റർ മണിക്കുട്ടൻ. ചലഞ്ച് കണ്ടോ? 2 ഫിംഗറിൽ ഇങ്ങനെ നിന്ന്. എന്റെ ദൈവം, നിങ്ങളിത് കാണണ്ട. ഘടികാരങ്ങൾ നിലക്കുന്ന സമയം, അയ്യോ, ഭൂമി പിളരുന്ന സമയം. ഇങ്ങനെ നിന്നാ ചെയ്യുന്ന ഒറ്റ കയ്യില്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാവുന്നു. അല്ലല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി അടിപൊളി. അടുത്ത നോക്കാം. അടുത്ത എന്താ ചെയ്യാൻ പോകുന്നേ? ബോട്ടിൽ ബ്രേക്ക് ചെയ്യുന്ന പരിപാടി. ബോട്ടിൽ ബ്രേക്ക് ചെയ്യുന്ന പരിപാടി. 1 ഫിംഗർ ബ്രേക്ക്. അങ്ങനെ അല്ലാതെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പയ്യന്മാര് ബോട്ടിൽ ബ്രേക്കിംഗ് പരിപാടി, ബോട്ടിൽ ഓപ്പൺ ചെയ്യും, ബോട്ടിൽ ഓപ്പണിംഗ് പരിപാടി വിത്ത് പല്ല്. യെസ്, ബട്ട് ദിസ് ഈസ് ബോട്ടിൽ ബ്രേക്കിംഗ്. 1 ഫിംഗർ. 1 ഫിംഗർ ബ്രേക്കിംഗ്. കാണാം. നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ബോട്ടിൽ ഓപ്പണിംഗ് ആയിരുന്നു പറഞ്ഞത്. അതായത് ക്യാൻ ഫിംഗർ കൊണ്ട് കുത്തി പൊട്ടിക്കുക എന്നുള്ളൊരു സംഭവം, അതാണ് ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? ശരിക്കും പുഷപ്പ് കഴിഞ്ഞിട്ട് ഉടൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മാസ്റ്റേഴ്സ് കാണാൻ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, മറിഞ്ഞു. അത് നനഞ്ഞിരിക്കോ? കൈ വേണമെങ്കിൽ തുടച്ചു കേട്ടോ. അടുത്ത ക്യാൻ പൊട്ടിക്കാൻ പോവുകയാണ്. കുറച്ച് കട്ടി കൂടുതലാണ്. കറുപ്പിന് കട്ടിയുള്ള. കുഴപ്പമില്ല റിലാക്സ്. അല്ല, കറുപ്പിന് കട്ടി കൂടുതലാണ്. രണ്ടായിട്ട് പൊടിഞ്ഞു പോയത്. അയ്യോ, ഞാനേ ജസ്റ്റ് അതിന്റെ ഒരു ഭീകരത കാണിക്കാൻ വേണ്ടിയാണ്. ആ പവർ നോക്കിക്കേ. ഒരു അലുമിനിയം ക്യാൻ ആണിത്. ഇത് തന്നെ നമ്മൾ പൊട്ടിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. അപ്പോഴാണ് ഒരു ഒറ്റ ഫിംഗർ കൊണ്ട് പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. ഗംഭീരായിരുന്നു. ഇത് ഞെട്ടിച്ച്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നോക്കണം. അതാണ് ഞാനും പറയുന്നത് കേട്ടോ. നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡർ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് ആഗ്രഹം കേൾക്കുന്നതോടെ അദ്ദേഹം ഓടിച്ചാടി വരാനാണ് ചാൻസ്. കാരണം അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര സ്പിരിറ്റ് ആണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഡാൻസേഴ്സിനെ എങ്കിലും ഇറക്കും അത് ചെയ്യാൻ വേണ്ടി. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മണിക്കുട്ടൻ. ഇതിട്ട് കുത്തി പൊട്ടിക്കാനാണ്? അല്ല കുട്ടാ, പുഷപ്പെടുത്താനാ. അത് മാത്രമല്ല, തലയടിച്ച് പൊട്ടിക്കാവോ? അത് നമുക്ക് അത് ലാസ്റ്റ് നമ്മള്. ഇവിടെ എന്താ ഞങ്ങൾ ചെയ്യണ്ടേ?
പറയൂ. പുഷപ്സ്, വെറൈറ്റി പുഷപ്സ്. ഞാൻ മത്സരത്തിനില്ല, കാരണം എനിക്ക് പിന്നെ ഗിന്നസ് റെക്കോർഡ് മാറേണ്ടി വരും. വേണ്ട, മത്സരിക്കണ്ട. അറ്റ്ലീസ്റ്റ് കൈ ഒന്ന് മടങ്ങാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നേരെ ചെയ്യണം. എങ്ങനെ ബ്രോ? എന്താ ഇല്ല, അത് വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞത് സാധാരണ ചെയ്താൽ ഇപ്പൊ ചെയ്തു തരാം. നീ പറയുന്നത് സാധാ നോർമൽ ബാബർ. ആക്ഷൻ. പാർവതേന്ദു മുഖി പാർവതി നീ ഈശ്വരന്റെ ചിന്തയിൽ മുഴുകി മലഞ്ഞു. കേട്ടാ? അപ്പൊ ശരി, നമുക്ക് ഇവിടെ തന്നെ ബ്രേക്ക് പറഞ്ഞാ ബിബിൻ ചേട്ടാ, ബാ നമുക്ക് ആ ഗിഫ്റ്റ് കൂടെ അങ്ങ് കൊടുക്കാം. ബായോ? ആണോ? ആ ബാ, പിന്നെ അതുവരെ ഇവിടെ ചെയ്തോ. ഞാൻ ധൈര്യമായിട്ട് വന്നോട്ടെ. അവസാനം പുഷപ്പിക്കരുത്. അതാ സമയം എടുക്കും. കരടി എടുത്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മെലോഡി. യെസ്, ലണ്ടൻ ക്ലാസിക്കിന്റെ കിട്ടിലം സമ്മാനമാണ് കരടി. സോറി മൈ ഡിയർ ബിബിൻ ചേട്ടൻ. അതെ, മൈ ഡിയർ കരടി ബിബിൻ ചേട്ടാ നൽകാൻ പോകുന്നത്